കർഷക കോൺഗ്രസ് ശ്രീകണ്ഠപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തി. LDF സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച ധർണ ശ്രീകണ്ഠപുരം UDF മുനിസിപ്പൽ ചെയർമാൻ MO മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ശ്രീകണ്ഠപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ശ്രീകണ്ഠപുരം കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ശ്രീകണ്ഠപുരം UDF മുനിസിപ്പൽ ചെയർമാൻ MO മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉദാഹരണത്തിന് വേണ്ടി മുമ്പോട്ട് വന്നത് അത് ഇന്നും കേരളത്തിൽ അഭംഗുരം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ മുഴുവൻ കൃഷിഭവനുകളിലും ഇതുപോലുള്ള സമരങ്ങൾ നടക്കുകയാണ്, ധർണാ സമരങ്ങൾ നടക്കുകയാണ്. നിത്യപ്രതിയില്ലാതെ ജീവിക്കാൻ വഴിയില്ലാത്ത സാമ്പത്തിക സാഹചര്യം വന്നപ്പോൾ സമരരംഗത്തേക്ക് കർഷകർക്ക് കൂടി കടന്നു വരേണ്ട നിർബന്ധിത സാഹചര്യം കേരളത്തിൽ സംജാതമായിരുന്നു. കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ കൃഷിക്കാരെന്നല്ല, ജീവിക്കുന്ന മുഴുവൻ ആളുകളും സാമ്പത്തിക പ്രയാസത്തിലാണ് ഭരണകൂടത്തിലെടുക്കുന്ന മന്ത്രിസഭയിലെ ആളുകൾ വിളിച്ചത്. എല്ലാ മേഖലയിലും സാമ്പത്തിക അനിശ്ചിതത്വവും സാമ്പത്തിക അരാജകത്വവും ഈ കേരളത്തിൽ നടമാടുകയാണ്. 1,30,000 കോടി രൂപയുടെ പൊതുകടം ശ്രീ പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇന്നത് 4,68,000 കോടി പൊതുകടമായി കേരളത്തിൻ്റെ ബാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ആ ബാധ്യത വന്നപ്പോൾ തന്നെ കേരളത്തിലെ സമസ്ത മേഖലയിലും ജീവനക്കാരുടെ ശമ്പളവും കുടിശ്ശികയും അടക്കം മുടങ്ങുന്നു. ക്ഷാമബത്ത മുടങ്ങുന്നു. ഇവിടെ നമ്മളെ കാവൽ നോക്കാൻ വന്ന പോലീസുകാർ പോലും ആ 3 ഗഡു ക്ഷാമബത്തക്ക് അർഹരായി മിണ്ടാൻ നിർവാഹമില്ലാതെ ജോലി ചെയ്യുകയാണ്. അത് അവരെ മാത്രം സ്ഥിതിയല്ല, കർഷകരുൾപ്പെടെ നാണ്യവിളകൾക്ക് വിലയില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അവർക്ക് പ്രഖ്യാപിച്ച മിനിമം കൂലി കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ റബ്ബറിൻ്റെ തറവില 250 രൂപയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ റബ്ബറിന് 200 രൂപ വിലയുള്ളപ്പോഴാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് 180 രൂപ തറവില ഉയർത്തിയെന്നാണ് പറഞ്ഞത്. മാർക്കറ്റിൽ 180 രൂപ നിൽക്കുന്നു. അപ്പോഴാണ് ഗവൺമെൻറ് 170 രൂപയുള്ളത് 180 രൂപയാക്കി. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയും ക്ഷേമ പെൻഷനെ കുറിച്ച് പറയാനില്ല. അത് കർഷക തൊഴിലാളി പെൻഷനായാലും മറ്റ് സാമൂഹ്യ പെൻഷനായാലും മൊത്തം കുടിശ്ശികയാണ്. ആ കുടിശ്ശികയുടെയൊക്കെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാർ മാസങ്ങളോളം അവിടെ നിരാഹാരവും സമരവും നടത്തി ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് അവർ പ്രചരണ ജാഥ നടത്തുകയാണ്. മണ്ഡലം പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ഈറ്റക്കൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PT കുര്യാക്കോസ് മാസ്റ്റർ, ശ്രീകണ്ഠപുരം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC ജോസഫ് കൊന്നക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫീന ടീച്ചർ, കൗൺസിലർമാരായ ബേബിച്ചൻ ചിറപ്പുറത്ത്, KJ ചാക്കോ കൊന്നക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മേരി കുഴിക്കാട്ടിൽ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അലക്സാണ്ടർ കുഴിയാത്ത്, ജോസ് പന്നിയാമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് MC ഭാസ്കരൻ സ്വാഗതവും സെക്രട്ടറി നന്ദിയും പറഞ്ഞു.